കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്ന വാർത്തകൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ ദേശീയ പതാക കത്തിക്കുന്നു, പതാക ഉയർത്താൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കുന്നു, അങ്ങനെ പലതും. എന്നാൽ ഇന്ന് കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടാൽ ശരിക്കും നമ്മൾ നമ്പരക്കും. കാരണം ത്രിവർണ്ണ നിറത്തിലുള്ള ഒരു റിബൺ പോലും മുറിക്കാൻ കാശ്മീരിലെ നേതാക്കൾക്ക് ഇപ്പോൾ ധൈര്യമില്ല. അത്രയ്ക്കും ബഹുമാനമാണ്. അതെ, കേട്ടത് ശരിയാണ്. അന്ന് പതാകയോട് മുഖം തിരിച്ചവർ ഇന്ന് അതിനെ സല്യൂട്ട് അടിക്കുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല, അത് നരേന്ദ്രമോദി സർക്കാരിന്റെ 56 ഇഞ്ചിന്റെ ഉറപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സംഭവം നടന്നത് സാക്ഷാൽ ശ്രീനഗറിലാണ്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഈ വാർത്തയിലെ താരം. ശ്രീനഗറിലെ കാശ്മീർ ഹാറ്റിൽ കശ്മീരിലെ പാരമ്പര്യ കലകളെയും കൈത്തറി മേഖലയെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് നോ യുവർ ആർട്ടിസൻ എന്ന പേരിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ കരകൗശല പ്രദർശന മേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. എന്നാൽ ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി കാണുന്നത് ഉദ്ഘാടനത്തിനായി കെട്ടിയിരിക്കുന്ന നാട ത്രിവർണ്ണ നിറത്തിലുള്ളതാണ് എന്നതാണ്. ഉടൻ തന്നെ അദ്ദേഹം കത്രിക താഴെ വെച്ചു. ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളോട് കൂടിയ റിബൺ മുറിക്കുന്നത് പതാകയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് റിബൺ മുറിക്കുന്നതിന് പകരം ഇരുവശത്തു നിന്നും അത് അഴിച്ചു മാറ്റാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആ ത്രിവർണ്ണ നാട ആദരവോടെ മടക്കി സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും സംഘാടകരോട് കർശനമായി പറഞ്ഞ ശേഷമാണ് അദ്ദേഹം പ്രദർശന ഹാളിലേക്ക് കയറിയത്. ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൗധരി, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് നാസിർ അസ്ലം വാനിയും ഈ കാഴ്ച നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഒമർ അബ്ദുള്ളയ്ക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് നെറ്റിസൻസ് ഒക്കെ പുകഴ്ത്തുന്നുമുണ്ട്. ദേശീയ ചിഹ്നങ്ങളോടും പതാകയോടും ഭരണാധികാരികൾ കാണിക്കേണ്ട മര്യാദയ്ക്ക് ഒരു മികച്ച ഉദാഹരണമായി ഇത് മാറി. അതേസമയം ഒരു സർക്കാർ പരിപാടിയിൽ ദേശീയ പതാകയുടെ നിറമുള്ള റിബൺ വെട്ടാൻ തയ്യാറാക്കി വെച്ച സംഘാടകരുടെ വിവരക്കേടിനെതിരെ വിമർശനവും ശക്തമായി വരുന്നുണ്ട്. ഒരു ചെറിയ വീഴ്ച മാറ്റി നിർത്തിയാൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടന്നിട്ടുണ്ട്. എന്തായാലും ഒമർ അബ്ദുള്ളയുടെ ഈ രാജ്യസ്നേഹം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നമ്മൾ സാധാരണക്കാർ. ഒരു കാലത്ത് വിഘടനവാദികൾക്ക് കുടപിടിച്ചിരുന്ന കാശ്മീർ രാഷ്ട്രീയത്തിൽ പെട്ടെന്നുണ്ടായ ഈ ഒരു രാജ്യസ്നേഹ മാറ്റം കാണുമ്പോൾ അറിയാതെയെങ്കിലും നമ്മളൊന്ന് ചിരിച്ചു പോയാൽ തെറ്റു പറയാനാകില്ല. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചുവെന്ന്. അതായത് ഇത് ഒമർ അബ്ദുള്ളയുടെ മാത്രം ഒരു മാറ്റമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം രൂപപ്പെട്ട നയാ കാശ്മീരിന്റെ പുതിയ മുഖമാണിത്. വിഘടനവാദത്തെയും ഭീകരവാദത്തെയും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ട മോദി സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങൾ കാശ്മീരിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇന്ത്യൻ ഭരണഘടനയും ദേശീയ ചിഹ്നങ്ങളെയും ബഹുമാനിച്ചാൽ മാത്രമേ ഇനി കാശ്മീരിൽ നിലനിൽപ്പുള്ളൂ എന്ന് ഇന്നത്തെ പ്രാദേശിക നേതാക്കൾക്ക് അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ആ ശക്തമായ നിലപാട്, അതായത് ആ 56 ഇഞ്ചിന്റെ ഉറപ്പ് തന്നെയാണ് കാശ്മീരിനെ ഇന്ന് ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്. ചുരുക്കത്തിൽ അന്ന് ത്രിവർണ്ണ പതാകയോട് മുഖം തിരിച്ചവർ ഇന്ന് ആ പതാകയുടെ നിറങ്ങളെ പോലും നെഞ്ചോട് ചേർക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ഒമർ അബ്ദുള്ളയുടെ നടപടി തീർച്ചയായും സ്വാഗതാർഹമാണ്. എന്നാൽ ഈ മാറ്റത്തിന് വഴിയൊരുക്കിയ കാശ്മീരിന്റെ മണ്ണിൽ ദേശീയതയുടെ വിത്തുറപ്പിച്ചു പാകിയ ശക്തമായ ഭരണ നേതൃത്വത്തിനാണ് ഈ നിമിഷത്തിൽ രാജ്യം നന്ദി പറയേണ്ടത്. കാരണം ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ പുതിയ കാശ്മീർ കേവലം ഒരു വാഗ്ദാനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്നു. മിസ്റ്റർ